അഭിവന്യ സേവ്യറിയോസ് തിരുമേനിയോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി, സഭയുടെ എല്ലാ സമിതികൾക്കു വേണ്ടി പരിശുദ്ധ സഭയുടെ ട്രസ്റ്റി കമാൻഡർ തമ്പു ജോർജ് തുകലൻ, സഭാ സെക്രട്ടറി ശ്രീ ജേക്കബ് സി മാത്യു എന്നിവർ ചേർന്ന ശ്രേഷ്ഠ ബാവായിക്ക് ഇപ്പോൾ ബൊക്കെ നൽകി സഭയുടെ ആദരവും ആശംസകളും അർപ്പിക്കുന്നു. സഭയുടെ ആധ്യാത്മിക രംഗത്ത്, സംഘടനാ രംഗത്ത്, സുവിശേഷ രംഗത്ത് ശ്രേഷ്ഠഭാവ വിപ്ലവാത്മകമായ മുന്നേറ്റത്തിലൂടെ ഈ സഭയ്ക്ക് സുധീരമായ നേതൃത്വം നൽകുമ്പോൾ സമൂഹത്തിലെ നാനാ തുറകളിലുള്ള സഭാമക്കളെ കൂടാതെ തന്നെ ഈ പൊതുസമൂഹത്തിൽ ഒരുപാട് പേർ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ശ്രേഷ്ഠ കാതോലിക്ക ബാവ തിരുമനസ്സിന് MG9 ഒരു ഇലക്ട്രിക് വാഹനം പ്രിയപ്പെട്ട നിഖേഷും കുടുംബവും ബാവായിക്ക് സമർപ്പിക്കുന്നു. ശ്രീ നിഖേഷ് ശ്രേഷ്ഠ ബാവ തിരുമനസ്സിന് അതിൻ്റെ താക്കോൽ നൽകുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആശംസകൾ അർപ്പിക്കുകയും ചെയ്യുന്നു. മാതാവായ പരിശുദ്ധ കന്യകമറിയാമ്മയുടെയും പരിശുദ്ധനായ വലിയ തിരുമേനിയുടെയും പ്രത്യേക ഭാഗ്യസ്മരണാർഹനായ തോമസ് പ്രധാൻ ബാവായുടെയും വലിയ മധ്യസ്ഥലാഭ്യപ്പെട്ടുകൊണ്ട് ഈ അനുഗ്രഹീത വാഹനം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെയും പരിശുദ്ധമായ വലിയ കാവലും കോട്ടയും ഇത് നൽകുന്ന പ്രിയപ്പെട്ട മകനോടും കുടുംബത്തോടും കൂടെ എക്കാലവും ഉണ്ടായിരിക്കണം. സർവ്വ ഐശ്വര്യങ്ങളും നന്മകളും കൃപകളും അഭിവൃദ്ധിയും കൊണ്ട് നിന്റെ മക്കളുടെ കുടുംബത്തെ ഒന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തുറന്ന മനസ്സോടുകൂടിയുള്ള സമീപനവും കാരുണ്യവാനായ കർത്താവെ കൃപ ചെയ്ത് ചേർത്ത് നിർത്തി അനുഗ്രഹിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയുടെ കേൾക്കുന്നുണ്ടാകണം. വിഷ്ണു ദാബോ ദാബറോ വദറോഹോ ഹായോ ഖദേശോ ഹായ ദലവലമീനാമേ. ശ്രേഷ്ഠ ബാവാ തിരുമേനിക്ക് കുടുംബം നൽകിയ സ്നേഹാദരവുകൾ ഈ പരിശുദ്ധ സഭയ്ക്ക് നൽകുന്ന ആദരവായി കാണുന്നു. ഇപ്പോൾ ശ്രീ നിഖേഷ് വാക്ക് ആശംസകൾ അർപ്പിക്കുന്നു. ശ്രേഷ്ഠ കാത്തോലിക്ക ബാവ തിരുമേനിമാർ, അച്ഛന്മാർ, മറ്റു സഭാവിശ്വാസികളെ, സുഹൃത്തുക്കളെ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിയാം. വളരെ സന്തോഷപ്രദമായിട്ടുള്ളൊരു ദിവസമാണ്. കഴിഞ്ഞ വർഷം ലെബനാനിൽ വെച്ച് കാത്തോലിക്ക ബാവ ഈ സഭാധ്യക്ഷനായി സ്ഥാനാരോഹണം ചെയ്യുമ്പോൾ ആ ചടങ്ങിൽ പങ്കെടുക്കുവാൻ എനിക്കും ഭാഗ്യമുണ്ടായി. അത് നേരിൽ കാണുവാനും ഭാഗ്യമുണ്ടായി. എന്നെ ഭാവിയെ പരിചയപ്പെടുത്തിയത് എൻ്റെ പ്രിയ സുഹൃത്തായ ശ്രീ മോഹൻ ഭട്ടൻ, നമ്മുടെ മോഹൻ ചേട്ടനാണ്. അതിനുശേഷം ബാവ എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയിട്ടുള്ള സ്നേഹവും മാർഗദർശനവും ഈ അവസരത്തിൽ പറയാതിരിക്കാൻ വയ്യ. ഏതൊരു അനീതിയെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും വഴികൾ തിരഞ്ഞെടുത്ത്
നമ്മൾ അതിനെ കീഴ്പ്പെടുത്തണം എന്നാണ് അദ്ദേഹം എനിക്ക് തന്നിട്ടുള്ള മാർഗദർശനം. ഞാനും അദ്ദേഹവും ഒരുപാട് യാത്രകൾ യാദൃശ്ചികമായിട്ട് ചെയ്യാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. പല യാത്രകളിലും, പല ഫ്ലൈറ്റ് യാത്രകളിലും അദ്ദേഹം സഭയ്ക്ക് വേണ്ടി, സഭാവിശ്വാസികൾക്ക് വേണ്ടി എല്ലാ സമയവും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സ്ഥാനാരോഹണത്തിന് ശേഷം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോൾ വളരെ തിരക്കുള്ള സമയങ്ങളാണെന്ന് അറിഞ്ഞാൽ പോലും എൻ്റെ ഫോൺ എടുക്കുകയും അപ്പോൾ ആ ശബ്ദത്തിലൂടെ ഞാൻ മനസ്സിലാക്കി പല പള്ളികളിലെയും സ്വീകരണവും പല സ്ഥലങ്ങളിൽ യാത്രയും ചെയ്യുമ്പോൾ ആ യാത്ര ചെറിയ രീതിയിൽ അദ്ദേഹത്തിന് ക്ഷീണമുണ്ടാക്കുന്നു എന്നുള്ളത്. ഇന്നത്തെ ഒരു സംവിധാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സൗകര്യം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ തന്നെ ഒരു ഗുണകരമാവുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെയാണ് എൻ്റെ ഒരു ചെറിയൊരു മനസ്സിൽ ബാബയ്ക്ക് ഈ ഒരു ചെറിയൊരു സ്നേഹ സമ്മാനം കൊടുക്കണം എന്ന് എനിക്ക് തോന്നാൻ കാരണം അത് മാത്രമല്ല, ഇന്നത്തെ ലോക സമാധാനത്തിന് വേണ്ടി ക്രൈസ്തവ സമൂഹത്തിന് ഒരുപാട് പങ്കുവഹിക്കാനുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഏത് നിമിഷവും ജോലിയില്ലാത്തവന് ജോലി കൊടുക്കണം, വൃദ്ധരായിട്ടുള്ള അച്ഛനമ്മമാർക്ക് ഒരു നല്ല വൃദ്ധസന്താനം ഉണ്ടാവണം, പൈസ ഇല്ലാതെ വീടില്ലാത്തവന് വീട് വെച്ചു കൊടുക്കണം എന്നുള്ള ചിന്തയിലുള്ള ബാബയാണ് എപ്പോഴും എന്നോട് പല പല സഭാവിശ്വാസികൾക്ക് വേണ്ടി എന്തൊക്കെ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും എന്ന് എന്നോട് എപ്പോഴും ചോദിച്ച് ആ സഭയ്ക്ക് വേണ്ടി, സഭാവിശ്വാസികൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് അങ്ങയുടെ കൂടെ ദൈവം അനുഗ്രഹിച്ച് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു പള്ളിയിലെ സ്വീകരണത്തിന് വേണ്ടി അദ്ദേഹം യാത്ര ചെയ്തപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കണം എന്ന് അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി അത് അക്സെപ്റ്റ് ചെയ്യുകയും ആ അമ്പലത്തിൽ അദ്ദേഹം വരികയും ആ സ്വീകരണത്തിൽ പങ്കെടുക്കുകയും അദ്ദേഹം ചെയ്തപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എല്ലാവരും ഒന്നാണ്. ഈ ഒറ്റ ശക്തിയാണ് നമ്മളെ മുന്നോട്ട് നയിക്കാൻ പോകുന്നത്. അങ്ങയുടെ ഈ മാർഗദർശനം എന്നും ഞങ്ങൾക്കുണ്ടാകും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ അങ്ങയുടെ അനുഗ്രഹവും ഞങ്ങളുടെ കുടുംബത്തിനോട് എന്നും ഉണ്ടാവും എന്ന വിശ്വാസത്തിൽ ഞങ്ങളുടെ ഒരു ചെറിയൊരു സ്നേഹ സമ്മാനം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞാൻ അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു. ഗ്ലോബൽ വെഞ്ചേഴ്സ് ലിമിറ്റഡിന്റെ MD കൂടിയായ നിഖേഷിനോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും സഭയ്ക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ ശ്രേഷ്ഠ ബാബ തിരുമനസ്സുകൊണ്ട് മറുപടി കൽപ്പിച്ച് സംസാരിക്കും. തുടർന്ന് ശ്രേഷ്ഠ കാതോലിക്ക ബാബായുടെ കബറിങ്കൽ ബാബ തിരുമനസ്സുകൊണ്ട് ധൂപപ്രാർത്ഥന നടത്തി കൈമുത്തിച്ച് പുറത്തേക്ക് എല്ലാവർക്കും ചെല്ലുമ്പോൾ പടിഞ്ഞാറ് വശത്ത് ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വൈദികർക്ക്, സിസ്റ്റേഴ്സിനെല്ലാം വർക്കിംഗ് കമ്മിറ്റി ഹാളിലാണ്. സമ്മാനങ്ങൾ കൊടുക്കുവാനും ബൊക്കകൾ സമ്മാനിക്കുവാനുമുള്ളവർക്കെല്ലാം പാത്രിക സെന്ററിൽ അതിനുള്ള ക്രമീകരണം ഉണ്ടായിരിക്കും. കേക്ക് കട്ട് ചെയ്യുന്നതും പാത്രിക സെന്ററിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് വെച്ചായിരിക്കുമെന്ന കാര്യം അറിയിക്കുന്നു. ഇപ്പോൾ ശ്രേഷ്ഠ ബാബ തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ച് സംസാരിക്കും. ദൈവത്തിന് സ്തുതി. അധികം സമയം ഒരു പ്രസംഗത്തിനായി തിരഞ്ഞെടുക്കുന്നില്ല. മാർച്ച് മാസം 25-ാം തീയതിയുടെ പ്രത്യേകത എല്ലാവർക്കും അറിവുള്ളതാണ്. പരിശുദ്ധ ദൈവമാതാവിന് ദൈവത്തിൻ്റെ പുത്രനെ പ്രസവിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ച അതിനുള്ള ദൈവദൂതൻ്റെ ദൂത് അറിയിച്ച ദിനമാണ്. എത്രമേൽ സവിശേഷമായൊരു ദിനം എന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. സകലത്തിലും മതിയായനായ ദൈവം മനുഷ്യബുദ്ധിക്ക് അതീതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ദൂത്
അവിടെ അമ്മയുടെ പ്രാർത്ഥന വളരെ ശ്രദ്ധേയമാണ്. അവിടുത്തെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറപ്പെടട്ടെ എന്നുള്ള വിനയത്തോടുകൂടിയുള്ള സമർപ്പണം. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ കാതോർക്കുന്നവരായി ആത്മീയ യാത്ര തുടരേണ്ടുന്നതാണ് എന്നാണ് ഈ ദിനത്തിൻ്റെ സവിശേഷതയിൽ എനിക്ക് നിങ്ങളുടെ എല്ലാവരോടും പങ്കുവയ്ക്കാനുള്ളത്. കോലാഹലം നിറഞ്ഞ യുദ്ധത്തിൻ്റെ കെടുതിയിലും ഭീഷണിയിലുമായിരിക്കുന്ന ഭാവിയെക്കുറിച്ചുള്ള വലിയ ആശങ്കകൾ കൊണ്ട് ഏറെ പ്രയാസപ്പെടുന്നവരാണ് എല്ലാവരും തന്നെ. നാളത്തെ ലോകം എന്തായിരിക്കുമെന്നുള്ളതിന് ആർക്കും വലിയ ആശയങ്ങളൊന്നുമില്ല. സമാധാനം ഉണ്ടാകണം, ലോകസമാധാനം ഇന്നിൻ്റെ ഒരു അനിവാര്യതയാണെന്ന് എല്ലാ ലോകരാഷ്ട്രങ്ങളും ഒരുപോലെ വിശ്വസിക്കുന്നു. ആയുധങ്ങൾ കൊണ്ട് ആരും ജയിക്കുന്നില്ല. അവിടെ നമുക്ക് കണക്കെടുപ്പ് നടത്താൻ പറ്റുന്നത് മരിക്കപ്പെട്ടവരുടെ എണ്ണവും നഷ്ടങ്ങളും മാത്രമാണ്. ആരും ജയിക്കുന്നില്ല. അവിടെയാണ് ഭാരതത്തിൻ്റെ പിതാവായ മഹാത്മാഗാന്ധിജിയുടെ ശക്തമായ പ്രമേയം ലോകത്തിന് മുഴുവൻ വലിയ മാതൃകയാവുന്നത്. പ്രിയമുള്ളവരെ, സമാധാനത്തിന് വേണ്ടി ലോകത്തിൻ്റെ ശാന്തിയെ നശിപ്പിക്കുന്ന ശക്തികൾക്കെതിരായി പോരാടുവാനും ശബ്ദമുയർത്തുവാനും പ്രാർത്ഥിക്കുവാനും നമുക്കെല്ലാവർക്കും സാധിക്കണം. ഇന്ത്യ ഒരു ന്യൂട്രൽ രാഷ്ട്രമായിട്ടാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എവിടെയും അനീതിയുടെ, യുദ്ധത്തിൻ്റെ, ഭീകരതയുടെ സ്വരമുയരുമ്പോൾ അവിടെയെല്ലാം ശക്തമായ നേതൃത്വം കൊടുക്കുവാൻ ഈ രാജ്യത്തിന് കഴിയുമെന്നുള്ളത് ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ മികച്ച ഒരു ഇമേജുള്ള ഇന്ത്യക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കുമൊക്കെ ഇടപെടൽ നടത്തി ശാശ്വതമായ പരിഹാരത്തിലേക്ക് വഴിതെളിക്കുവാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ യുദ്ധത്തിൽ ഒരുപക്ഷെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ലായിരിക്കാം. പക്ഷെ നമ്മുടെ സഹോദരങ്ങളാണ് ആ രാജ്യത്തെല്ലാം ജീവിക്കുന്നത്. രാജ്യസുരക്ഷ എല്ലാവരുടെയും കൺസേണാണ്. അതുകൊണ്ട് തന്നെ യുദ്ധത്തിൻ്റെ കെടുതികളിലായിരിക്കുന്ന രാജ്യങ്ങളിലെ മുഴുവൻ ജനങ്ങളെയും, നമ്മുടെ ആളുകൾ മാത്രമല്ല, ഹൈന്ദവരും ഇസ്ലാം സമുദായത്തിൽപ്പെട്ടവരും ഒക്കെ ഇവിടെയുണ്ട്. ആ രാജ്യത്തിൻ്റെ നിയമത്തിന് വിധേയമായിക്കൊണ്ട് ആ രാജ്യം സമ്പന്നമായ ജീവിതാനുഭവം നൽകി വളർന്നു വലുതായവരും അവരുടെ ഒക്കെ വലിയ കാരുണ്യം കൊണ്ടും സഭയ്ക്കും നമുക്ക് ഓരോരുത്തർക്കും എത്രമാത്രം വലിയ നേട്ടങ്ങളാണ് നേടുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് യുദ്ധത്തിൻ്റെ കെടുതികൾ അവസാനിക്കണം, സമാധാനത്തിൻ്റെ ദിനങ്ങൾ പിറന്നു വീഴണം എന്നുള്ള പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മയുടെ തൃപാദത്തിങ്കൽ നമുക്ക് ഉടയതമ്പുരാൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുവാനായിട്ടുള്ളത്. മാർച്ച് മാസം 25-ാം തീയതി എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ ഒത്തിരി സ്പർശിച്ചിട്ടുള്ള ദിനമാണെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം. 1974 മാർച്ച് മാസം 25-ാം തീയതിയാണ് മഞ്ഞളിക്കര ദേറായിൽ വെച്ച് പുണ്യശ്ലോകനായ പെരുമ്പള്ളി തിരുമേനി എനിക്ക് ശമാശപട്ടം നൽകുന്നത്. ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചു എന്നുള്ളത് പുതുമയുള്ള കാര്യമൊന്നുമല്ല എങ്കിൽ കൂടിയും സ്കൂളിൽ പോകുമ്പോൾ ക്ലർജി ഡ്രസ് ഇട്ടുകൊണ്ട് പോകേണ്ടതായ ഒരു നിർബന്ധ ബുദ്ധി പെരുമ്പള്ളി തിരുമേനിക്കുണ്ടായിരുന്നു. അതിൻ്റെ കുറവും അതിൻ്റെ ഗുണവുമൊക്കെ ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ സന്തോഷത്തോടുകൂടി 52 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഈ യാത്ര ഇന്നിൻ്റെ നിലയിൽ എത്തി നിൽക്കുമ്പോൾ എനിക്ക് പുണ്യശ്ലോകനായ പൗലോസ് രണ്ടാമൻ ബാവ തിരുമേനിയെ ഓർക്കാതിരിക്കാൻ സാധിക്കുകയില്ല. 1984 മാർച്ച് മാസം 25-ാം തീയതി മുളന്തുരുത്തി വിശുദ്ധ മർത്തോമൻ പള്ളിയിൽ വെച്ചാണ് ഭാഗ്യസ്മരണാർഹനും പരിശുദ്ധനുമായ ബാസിലിയോസ് പൗലോസ് രണ്ടാമൻ ബാവ എന്നെ വൈദികനായി, ഒരു ദേറാക്കാരനായി എന്നെ അഭിഷേകം ചെയ്യുന്നത്.
10 വർഷങ്ങൾക്ക് ശേഷം ഒരു ജനുവരി മാസം 16-ാം തീയതി പരിശുദ്ധനായ സഖ ഒന്നാമൻ പാത്രിയർക്കീസ് ബാവ ഡമാസ്കസിൽ വെച്ച് എന്നെ മെത്രാപ്പോലിത്തയായി വാഴിച്ചു. ഭാഗ്യസ്മരണാർഹനായ തോമസ് പ്രഥമൻ കാതോലിക്ക ബാവ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനോദോസിൻ്റെ പ്രസിഡൻ്റായതിനു ശേഷമുള്ള 2 പതിറ്റാണ്ടിലധികം കാലഘട്ടം അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു നിഴൽ പോലെ ഞാൻ സഞ്ചരിച്ചു. ബാവ തിരുമേനിയുടെ മനസ്സിൽ ഉള്ള ആഗ്രഹങ്ങളും സഭയെടുക്കുന്ന തീരുമാനങ്ങളും നടപ്പാക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ സാധിച്ചു. നിശ്ചയമായിട്ടും എൻ്റെ പൂർവികരായ പിതാക്കന്മാരുടെ തണലിൽ അവരുടെ നിഴൽ പറ്റി സഞ്ചരിച്ചതിന് അനുഭവസത്തയിലൂടെയാണ് ഞാൻ ഈ കഴിഞ്ഞ 52 വർഷക്കാലവും ഒരു കുഞ്ഞു ശമാശനായി ഇന്ന് ഞാൻ എത്തി നിൽക്കുന്ന ഈ വലിയ യോഗത്തിൽ ഞാൻ ദൈവസന്നിധിയിൽ കൂടുതൽ വിനയപ്പെട്ട് പ്രാർത്ഥിക്കുന്നത്. ഇതിലൊന്നും എൻ്റെ എന്തെങ്കിലും കഴിവുണ്ടെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല, അങ്ങനെ ഞാൻ വിശ്വസിക്കുകയുമില്ല. എന്നാൽ എന്നെ കൈക്ക് പിടിച്ച് നടത്തി എൻ്റെ പിതാക്കന്മാരുടെ, എൻ്റെ കുടുംബം, എൻ്റെ സഭ, എന്നിൽ വിശ്വാസമർപ്പിച്ച സഭയിലെ സമിതികൾ, അതെല്ലാം ഞാൻ ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ടെങ്കിലും അതിനൊന്നും ഇവിടെ സമയമില്ലല്ലോ. ഇന്ന് പരിശുദ്ധ സഭയെ ഭാഗ്യമോടെ പരിശുദ്ധ സിംഹാസനത്തിൽ വാണരുളുന്ന പരിശുദ്ധ ഇഗ്നാത്യൂസ് എഫ്രേം രണ്ടാമൻ പാത്രിയർക്കീസ് ബാവ തിരുമനസ്സുകൊണ്ട് 1 വർഷം മുമ്പ് ഇന്നത്തെ ദിവസം ഈ വലിയ ഉന്നതമായ പദവിയിലേക്ക് ബലഹീനനായി എന്നെ ഉയർത്തുമ്പോൾ ലോകത്തുള്ള ക്രൈസ്തവ സഭകളിലെ തലവന്മാരും വിവിധ സഭകളിലെ മേലധ്യക്ഷന്മാരും നമ്മുടെ പരിശുദ്ധ സഭയിലെ എല്ലാ സഹോദര മെത്രാപ്പോലിത്തന്മാരും ആഗോള സഭയിലെ മെത്രാപ്പോലിത്തന്മാരും നാട്ടിൽ നിന്നുമുള്ള മലങ്കര കത്തോലിക്ക സഭയിലെ ക്ലെമീസ് തിരുമേനിയും മാർത്തോമാ സഭയിലെ സഫർഗൻ മെത്രാപ്പോലിത്ത ബർണബാസ് തിരുമേനിയും അടക്കം 100ഓളം വരുന്ന മേൽപ്പട്ടക്കാരും ഭാരത ഗവൺമെൻറ്റിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും ഔദ്യോഗിക ഡെലിഗേഷനും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വന്ന വിശ്വാസി സമൂഹവും നമ്മുടെ നികേഷ് അടക്കമുള്ള ഹൈന്ദവരും ഇസ്ലാം സമുദായത്തിൽപ്പെട്ടവരും ഒക്കെ നോർത്ത് ഇന്ത്യൻസും ഒക്കെ അന്ന് നടന്ന ചടങ്ങിൽ വന്ന് സംബന്ധിച്ചു എന്നുള്ളത് സഭയ്ക്ക് വലിയ അഭിമാനം പകർന്നു തരുന്ന ഒരു സുന്ദര മുഹൂർത്തമായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട റോയച്ചൻ 3-4 സന്ദർഭങ്ങളിൽ എനിക്ക് സ്വീകരണം തന്ന ഇടങ്ങളിലൊക്കെ വെച്ച് ഒരു കാര്യം പറയുവാൻ, ഇനി ഇത്ര മാസമുണ്ട് 1 വർഷം തികയ്ക്കാൻ, ഇനി ഇത്ര ദിവസമുണ്ട് 1 മാസം തികയ്ക്കുവാൻ. ഏറ്റവും ഒടുവിൽ തെക്കൻ ഭദ്രാസനങ്ങൾ നടന്ന ഒരു ചടങ്ങിൽ വെച്ച് അച്ഛൻ പറഞ്ഞു, 1 മാസത്തിൽ താഴെ മാത്രമേ ഉള്ളൂ ഇനിയും 1 മാസം തികയ്ക്കുവാൻ. ഈ 1 മാസം, ഈ 1 വർഷം തികയ്ക്കുവാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ ദൈവകൃപയായി ഞാൻ കാണുന്നു. അതിൽ നിന്ന് ഞാൻ എന്തെങ്കിലും നേടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ മറിച്ച് ഈ 1 വർഷക്കാലം ഈ സഭയെ സ്നേഹിക്കുന്ന വിശ്വാസി സമൂഹത്തിൻ്റെ മധ്യേ എനിക്ക് സഞ്ചരിക്കുവാൻ സാധിച്ചു. അവരുടെ സ്നേഹവും കരുതലും ഒത്തിരി ആവോളം ആസ്വദിക്കുവാൻ സാധിച്ചു. എല്ലാ മതത്തിൽപ്പെട്ടവരും എല്ലാ സമുദായത്തിൽപ്പെട്ടവരും മതമില്ലാത്തവരുമൊക്കെ എന്നെ സ്നേഹിക്കുമ്പോൾ, എന്നെ കരുതുമ്പോൾ, എന്നോട് സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ, ആദരവ് കാണിക്കുമ്പോൾ, അതെല്ലാം എൻ്റെ സഭയ്ക്ക് നൽകുന്ന ആദരവും സ്നേഹവും അംഗീകാരവുമായി ആണ് ഞാൻ അതിനെയെല്ലാം കണ്ടിട്ടുള്ളതും കാണുന്നതും ഇപ്പോഴും കാണുന്നതും. അധികാരസ്ഥാനങ്ങളിൽ നമ്മൾക്ക് പ്രവേശിക്കുമ്പോൾ അത് കൂടുതൽ വിനയപ്പെടുത്തലിലാണ് എന്നെ പാകപ്പെടുത്തിയിട്ടുള്ളത്. ഒരിക്കലും അധികാരത്തിൻ്റെ ആ ഒരു ചിന്തയിൽ കാര്യങ്ങൾ കാണുവാനും കാര്യങ്ങൾ ചെയ്യുവാനും ഞാൻ ഒരിക്കലും ശ്രമിക്കാറില്ല. സ്നേഹത്തോടെ ശുശ്രൂഷിക്കണമെന്നുള്ള ഒരു ചിന്തയാണ് എപ്പോഴും മനസ്സിലുള്ളത്. അധികാരത്തോടെ ഭരിക്കുന്നതിലുപരിയായി സ്നേഹത്തോടെ ശുശ്രൂഷിക്കണമെന്നുള്ള ഒരു ചിന്ത മാത്രമേ മനസ്സിൽ ഞാൻ കൊണ്ടു നടക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സ്നേഹ ശുശ്രൂഷ എല്ലാവരിലേക്കും എത്തിപ്പെടുവാനും ഒത്തിരി കണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരുടെയും ആഗ്രഹങ്ങൾക്കനുസരിച്ച് പൂർണ്ണമായും ഈ 1 വർഷം കൊണ്ട് എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചു എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാലും ദൈവം അനുവദിച്ച് നൽകിയ ഈ ആയുസ്സിൻ്റെ പരിധിക്കകത്തു നിന്നുകൊണ്ട് ഭാഗ്യസ്മരണാർഹനായ തോമസ് പ്രഥമൻ ബാവ ഏറ്റവും ഒടുവിൽ എനിക്ക് കൈമാറി തന്ന
ഈ വലിയ അധികാര സ്ഥാനം, ഈ സഭയിലെ ഏറ്റവും വലിയ ശുശ്രൂഷയ്ക്ക് എന്നെ നിയോഗിക്കുമ്പോൾ നിശ്ചയമായിട്ടും മുൻകാലത്ത് പിതാക്കന്മാർ പഠിപ്പിച്ചിട്ടുള്ളതും കൈമാറി തന്നതും അവിശ്വാസ പൈതൃകം കാത്ത് സംരക്ഷിക്കുക എന്നുള്ളത് എൻ്റെ നിയോഗത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. ഞാൻ വിശ്വസിക്കുന്നു സഭ എപ്പോഴും സമൂഹത്തിൽ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളതിൽ എനിക്ക് വ്യക്തമായ ധാരണകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സഭ സമൂഹത്തിൻ്റെ മധ്യേ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാൻ ഏറ്റവും കൂടുതൽ ഉത്തരവാദപ്പെട്ട ഒരു സമൂഹമാണ്. അത് തന്നെയാണ് ക്രിസ്തു തൻ്റെ പരസ്യശുശ്രൂഷ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളത്. വ്യവഹാരങ്ങളുടെ വലിയ ഒരു കുത്തൊഴുക്ക് നമ്മുടെ സഭയിൽ ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇന്നുള്ള വ്യവഹാരങ്ങൾക്ക് മുമ്പും കത്തോലിക്ക സഭയുമായും മാർത്തോമാ സഭയുമായും മറ്റ് സഭകളൊക്കെയുമായി വലിയ വ്യവഹാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1912 ശേഷമുള്ള സഭയുടെ ചിത്രം മുഴുവനായിട്ട് മാറ്റപ്പെട്ടു, മറിയപ്പെട്ടു. സ്വതന്ത്ര സഭാവാദം എന്നുള്ള പുതിയ ഒരു ആശയം രൂപപ്പെട്ടു. അവിടെ പരിശുദ്ധ പത്രീർക്കീസ് ബാവായുടെ ആത്മീയ പരമ മേലധ്യക്ഷത അംഗീകരിക്കുന്നതിനുള്ളതായ ആ ഒരു ചിന്തയാണ്, അത് അംഗീകരിക്കാതിരിക്കുക എന്നുള്ള ചിന്തയിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരു പുതിയ ആശയമായിരുന്നു സ്വതന്ത്ര സഭ എന്നുള്ളത്. ഇന്ന് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ IOC എന്നൊക്കെ 1912 സുറിയാനി സഭയിൽ നിന്നും വിഘടിച്ചു പോയ മറുവിഭാഗം ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ എന്നുമൊക്കെ പറയുന്നുണ്ട്. പക്ഷേങ്കിൽ ആരാധനയിലും പൈതൃകത്തിലും ഒക്കെ ഈ സഭ ഒന്നായി എന്ന് നിലനിൽക്കേണ്ടുന്ന സഭ തന്നെയായിരുന്നു. 12 മുമ്പ് വരെയുള്ള എല്ലാ വ്യവഹാരങ്ങൾക്കും ഒന്നായ സഭയാണ് ആ വ്യവഹാരങ്ങളൊക്കെ നടത്തിയത്. മാതൃകയായി അന്നും വ്യവഹാരങ്ങൾക്കെല്ലാം പരിഹാരങ്ങളുണ്ടായി. കത്തോലിക്ക സഭയും യഹോവയായ സഭയും തമ്മിലുള്ള തർക്കങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടായി. മാർത്തോമാ സഭയും യഹോവയായ സുറിയാനി ഓർത്തഡോക്സ് സഭയുമായ തർക്കങ്ങൾക്കുമൊക്കെ പരിഹാരമുണ്ടായി. അതെല്ലാം ഒരു കാലം, ഒരു നൂറ്റാണ്ട് മുഴുവനും വ്യവഹാരങ്ങൾ പറഞ്ഞെല്ലാം ആ കാര്യങ്ങളൊക്കെ തീർത്തത്. ക്രിസ്തീയമായ മനോഭാവത്തിൽ, അനുരഞ്ജനത്തിൻ്റെ ഭാവത്തിൽ പരസ്പരം ആലോചനകൾ നടത്തി കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയിട്ടുണ്ട്. മലബാർ ഭദ്രാസനം ഒരു മോഡൽ ഡയോസിസാണ്. പുണ്യശ്ലോകനായ ഫെലിക്സ് നൂസ് തിരുമേനി ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. അന്ന് അവിടെ ഉണ്ടായിരുന്ന ക്ലിമീസ് തിരുമേനി, മറുവിഭാഗത്തിന് ക്ലിമീസ് തിരുമേനി, രണ്ടുപേരും അവിടുത്തെ ഇടവകളിലെ രണ്ട് വിഭാഗവും ഒരുമിച്ചിരുന്ന് എല്ലാ കാര്യങ്ങൾക്കും ശാശ്വതമായ പരിഹാരമുണ്ടാക്കി. അബ്രഹാം ലോത്തിനോട് പറഞ്ഞതുപോലെ, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്. പ്രിയമുള്ളവരെ, വ്യവഹാരം ഒരിക്കലും അവസാനിക്കുന്നില്ല. വ്യവഹാരങ്ങളിൽ വിജയവും തോൽവിയും ഉണ്ടാകും. ഒരാൾ വിജയിക്കുമ്പോൾ പരാജയപ്പെട്ടാൽ വീണ്ടും കോടതിയിലേക്ക് പോകും. ഇന്ന് നമ്മുടെ കേസുകളൊക്കെ വന്നു നിൽക്കുന്നത് വേറൊരു ദിശയിലാണ്. സ്വാഭാവികമായിട്ടും 2017 സുപ്രീം കോടതി വിധിയിലുണ്ടായ ആഘാതത്തിന് അയവ് വന്നു എന്നുള്ളത് ശരി തന്നെയാണ്. 3 പള്ളികൾ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ 3 പള്ളികളെ കേട്ടിട്ട് ആ വിധി 1064 പള്ളികൾക്ക് ബാധകമാണെന്നുള്ള ബ്ലാങ്കറ്റ് ഓർഡർ, അത് സുപ്രീം കോടതി തന്നെ ചോദ്യം ചെയ്തിരിക്കുന്നു. അതൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ആ വിധി ഈ പറയുന്ന പള്ളികൾക്ക് ബാധകമാകുന്നുള്ളൂ എന്നുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ആ കേസ് കേട്ട് സുപ്രീം കോടതി 7 കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ 7 കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ കേസ് കേൾക്കുവാൻ ഹൈക്കോടതിയിലേക്ക്, ഡിവിഷൻ ബെഞ്ചിലേക്ക് വിടുകയാണ് ഉണ്ടായത്. അതിൻ്റെ വിധിയെല്ലാം നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മളുടെ ഓർമ്മയിൽ നൊമ്പരപ്പെടുത്തുന്ന അനേകം സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. എനിക്കുമുണ്ടായിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന മെത്രാപ്പൊലീത്തന്മാർക്കെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം മറക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു ചെറിയ കാലഘട്ടം കൊണ്ട് 2017 ശേഷം 52 പള്ളികളോളം, 60-ൽ താഴെ പള്ളികളോളം പോലീസ് പ്രൊട്ടക്ഷനിലൂടെ ബലമായി ഉടമസ്ഥരെയും അവകാശികളെയും പുറത്താക്കിക്കൊണ്ട്
വിശ്വാസി സമൂഹത്തെ പുറത്താക്കിക്കൊണ്ട് മറ്റൊരു സംവിധാനത്തിന് നമ്മുടെ പള്ളികളും സെമിത്തേരികളും ഒക്കെ തുറന്നു കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതൊരു ശരിയായ നടപടിയല്ലായിരുന്നു എന്നുള്ളത് നിയമജ്ഞന്മാരുമൊക്കെ പറയുന്നുണ്ട്. പക്ഷേങ്കിൽ കോടതിയാണ് 2017 വിധിയാണ് ഇതിങ്ങനെയേ പറ്റൂ എന്ന് കീഴ്ക്കോടതിയിലുള്ള ജഡ്ജസ് എല്ലാം അങ്ങനെ ചിന്തിച്ചു. എന്നാൽ സുപ്രീം കോടതിയിൽ നിന്നും അതിനൊരു മാറ്റം വരുവാൻ ഇടയായത് ഗവൺമെൻറ് 6 പള്ളികൾക്ക് കോടതിയിലെ സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവനുസരിച്ച് അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവനുസരിച്ച് പള്ളി പിടിച്ചു കൊടുക്കണം എന്ന് കളക്ടർക്ക് നിർദ്ദേശം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ അത് ചെയ്യുവാൻ ബാധ്യസ്ഥരാണ്. എന്നാൽ വിശ്വാസികളുടെ എതിർപ്പും അവർ ഉടമസ്ഥരും അവകാശികളുമാണെന്നുള്ള ബോധ്യവും അതോടൊപ്പം തന്നെ ഇത് നീതിയല്ല എന്നുള്ള ഒരു ഭരണാധിപൻ്റെ ചിന്താഗതികളും അത് അദ്ദേഹം തുറന്നു പറഞ്ഞതുമൊക്കെ വേറൊരു ദിശയിലേക്ക് കാര്യങ്ങൾ മാറുവാൻ സഹായിച്ചു എന്നുള്ളത് വസ്തുതയാണ്. ഗവൺമെൻറ് മിഷണറിക്കെതിരെയാണ് കണ്ടംപ്റ്റ്. ഗവൺമെൻറ്റാണ് കണ്ടംപ്റ്റിൽ 1-ാം പ്രതി. അതിൻ്റെ പിന്നാലെയാണ് സഭയിലെ മെത്രാപ്പോലിത്തന്മാരുമൊക്കെ. 2017 വിധി അനുസരിച്ച് 6 പള്ളികളും അവർക്കായി തുറന്നു കൊടുക്കുവാൻ കളക്ടർക്ക് നിർദ്ദേശം കൊടുത്തുള്ള ഓർഡറാണ് ഗവൺമെൻറ് ഭരണാധികാരികൾ അതിൽ നിസ്സംഗത പാലിച്ചത്. അതിന് അവർക്ക് എതിരെ നമ്മുടെ സഹോദരങ്ങളായ മറുവിഭാഗം കണ്ടംപ്റ്റ് കേസ് കൊടുത്തു. കോടതി വിധി നടപ്പാക്കുന്നില്ല, ഉത്തരവാദിത്തത്തിൽ നിന്നും അവർ വിട്ടുനിൽക്കുന്നു എന്ന് പറഞ്ഞു. അവിടെയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരവും നിരീക്ഷണവും ഒക്കെ നടത്തിയിരിക്കുന്നത്. ഇവിടം കൊണ്ട് കേസുകൾ അവസാനിച്ചു നമ്മളാരും വിചാരിച്ചിട്ട് കാര്യമില്ല. നമുക്കങ്ങനെ വിചാരിക്കാൻ മനസ്സുണ്ട്. ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുവാൻ ഇനിയുമെങ്കിലും അടുത്ത തലമുറയിലേക്ക് കേസ് കൈമാറാതിരിക്കുവാൻ ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഒരിക്കലും വ്യവഹാരത്തിൽ വിശ്വസിക്കുന്ന ഒരാളല്ല. കാരണം അത് ക്രൈസ്തവ സഭയ്ക്ക് ഭൂഷണമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ഈ നോയമ്പ് കാലം എല്ലാം ഉപേക്ഷിക്കാനുള്ള ആഹ്വാനം കൊടുക്കേണ്ടുന്ന കാലമാണ്. അല്ലാതെ പിടിച്ചടക്കുവാനും പിടിച്ചു പറിക്കുവാനുമുള്ള ആഹ്വാനം കൊടുക്കേണ്ടുന്ന കാലമല്ല നോയമ്പ് കാലം. നിർഭാഗ്യവശാൽ ഉത്തരവാദപ്പെട്ട ആളുകൾ അങ്ങനെയുള്ള ഭാഷാ പ്രയോഗങ്ങൾ ആഹ്വാനങ്ങൾ കൊടുക്കുന്നത് കേൾക്കുമ്പം സാംസ്കാരിക കേരളമാണ് തലകുനിക്കുന്നത്. നമ്മൾ പലപ്പോഴും ക്രിസ്ത്യാനികളാണെന്നുള്ള കാര്യം മറന്നു പോകുന്നു. ഒരു സമൂഹം അധ്വാനിച്ചും കണ്ണീരൊഴുക്കിയും പ്രാർത്ഥിച്ചും ആരാധിച്ചും പോരുന്ന ഇടങ്ങൾ, നൂറുകണക്കിന് വർഷങ്ങൾ ആരാധിച്ചു പോരുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ അവരെല്ലാം അടിച്ചിറക്കി ഏതാനും വരുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി അത് തുറന്നു കൊടുക്കുന്ന സംവിധാനത്തിൻ്റെ നീതി, അതിലൊരു നീതിയില്ല. നീതി നിഷേധിക്കപ്പെടുന്ന വിധികൾ എന്നും ചോദ്യം ചെയ്യപ്പെടേണ്ടുന്നതാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആദരണീയനായ സൂര്യകാന്ത് ഈയിടയിൽ പറയുകയുണ്ടായി, കോടതി വിധികൾ വിമർശിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. കോടതി വിധികൾ വിമർശിക്കുവാൻ എല്ലാവർക്കും അധികാരമുണ്ട്. നീതിന്യായ കോടതി എന്നാണ് പറയുന്നത്. നീതി നിഷേധിക്കപ്പെടുന്ന ഇടങ്ങളിൽ നീതിക്ക് വേണ്ടി പോരാടുവാൻ, അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുവാൻ, മാനുഷികമായ പരിഗണന ലഭിക്കുവാൻ, ക്രിസ്തീയ മാർഗത്തിൽ അതിനോട് പ്രതിരോധിക്കുവാൻ നമുക്ക് അവകാശമുണ്ട്. നമ്മൾ ആരുടെയും ഒന്നും പിടിച്ചു പറിക്കുന്നില്ല. നമുക്ക് അവകാശപ്പെട്ടത് സംരക്ഷിക്കുവാൻ മാത്രമേ നോക്കുന്നുള്ളൂ. സ്വന്തം ഇടവകയിൽ നിന്നും അടിച്ചിറക്കിയപ്പോൾ, സ്വന്തം അപ്പൻ്റെയും അമ്മയുടെയും കുഴിമാടത്തിൽ പോയി പ്രാർത്ഥിക്കുവാൻ അവകാശം നിഷേധിക്കുമ്പോൾ, അങ്ങനെ നിഷേധിക്കപ്പെട്ട അനേകം വിശ്വാസികളോടൊപ്പം ഞാനും ചേർന്ന് നിന്നു. ഇതുകൊണ്ടൊന്നും ആരും ഒന്നും നന്നാവുന്നില്ല. ഇതുകൊണ്ടൊന്നും ആരും ഒരു വിജയവും കൈവരിക്കുന്നില്ല. ഈ നോയമ്പ് കാലം നമ്മുടെ കർത്താവും ദൈവവുമായവൻ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി, നമ്മുടെ അധർമ്മങ്ങൾക്ക് വേണ്ടി, നമ്മുടെ അഹങ്കാരത്തിന് വേണ്ടി, നമ്മൾ പിടിച്ചു പറിച്ചിട്ട് എല്ലാത്തിനും വേണ്ടി ആ എല്ലാ പാപങ്ങളും ഏറ്റുകൊണ്ടാണ്, സ്വയം ശരീരത്തിൽ വഹിച്ചുകൊണ്ടാണ്
ക്രൂശിന്മേൽ യാഗമായി തീർന്നത്. അനുരഞ്ജനത്തിൻ്റെ ആത്മാവ് വസിക്കണം ക്രൈസ്തവ സഭകളിൽ. അനുരഞ്ജനത്തിൻ്റെ ആത്മാവില്ലാതെ മറ്റാത്മാവിലൂടെ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും നിയമത്തിൻ്റെ മാർഗങ്ങൾ മാത്രം തേടുന്നതും ഏത് കാലത്തും ഭൂഷണമല്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, നമുക്കിവിടെ വെച്ച് അവസാനിപ്പിക്കാൻ സാധിക്കും, വ്യവഹാരങ്ങൾ അവസാനിപ്പിക്കുവാൻ സാധിക്കും. ഞാൻ ഒരിക്കലും വ്യവഹാരത്തിന് അനുകൂലമായ സമീപനം എടുക്കുന്ന ആളല്ല. പക്ഷേ വ്യവഹാരത്തിലേക്ക് വലിച്ചിഴയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് പിന്നാലെ പോയേ പറ്റൂ. ക്രിസ്തീയമായി ചിന്തിക്കണം എൻ്റെ സഹോദരങ്ങൾ. നിങ്ങളുടെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വെള്ളത്തോട്ട്. ഇതൊരു സഭയാണ്. ഇത് 1912 സഭയല്ല. പരിശുദ്ധ പത്രോസിൻ്റെ അപ്പോസ്തോലിക സിംഹാസനത്തിൽ ഭാഗ്യമോടെ വണരുളുന്ന ഇന്നത്തെ 123ാമത് പാത്രിയർക്കീസ് മൊറാൻ മോർ ഇഗ്നാത്യൂസ് സപ്രേം രണ്ടാമൻ ബാവായുടെ ആത്മീയ പരമ മേലധ്യക്ഷതയിലുള്ള സഭയാണ്. അതങ്ങനെ തന്നെ ആയിരിക്കണം ഈ സഭയെന്നും. സ്വാതന്ത്ര്യത്തിന് നമ്മളാരും എതിരെ നിൽക്കുന്നില്ല. മലങ്കര സഭയ്ക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാം. മലങ്കര സഭയ്ക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിട്ട് 34 കോൺസ്റ്റിറ്റ്യൂഷൻ പാത്രിയർക്കീസിൻ്റെ പേര് മാറ്റാം. മലങ്കര സഭയ്ക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ആഗമാന സുറിയാനിയുടെ ഭാഗമാണെന്നുള്ളത് ഭാഗം നിങ്ങൾക്ക് മാറ്റാം. ആദ്യമുള്ള ഭാഗങ്ങൾ മാറ്റാൻ അത്ര എളുപ്പമൊന്നുമല്ല എന്നുള്ളത് നിങ്ങൾക്കും അറിയാം. കേസിൽ ജയിക്കുവാൻ വേണ്ടി മാത്രം പാത്രിയർക്കീസിനെ അംഗീകരിക്കുന്നുവെന്ന് പറയുന്നത് എന്ത് യുക്തിയാണുള്ളത്? നമുക്ക് സമാധാനമായിട്ട് പിരിഞ്ഞുകൂടെ? ഞങ്ങൾക്ക് പരിശുദ്ധ സിംഹാസനത്തിന് കീഴിൽ നിന്നേ മതിയാകും. സഭയുടെ എല്ലാ സ്വത്തുക്കളും നഷ്ടപ്പെട്ടു. പൊതുവായ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടു. സഭയുടെ ഭദ്രാസനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. നമ്മളാരും ഒരു പരാതിയും പറഞ്ഞില്ല. ഈ പാവപ്പെട്ട ജനം ആരാധിക്കുന്ന ദേവാലയങ്ങളും അവരുടെ മുൻഗാമികൾ, അവരുടെ കുടുംബക്കാർ അടക്കപ്പെട്ടിരിക്കുന്ന പള്ളിയോട് ചേർന്നുള്ള സെമിത്തേരിയിലും കയറ്റാതെ വന്നപ്പോൾ, ഇറക്കിവിട്ടപ്പോൾ ആണ് പ്രാർത്ഥനാപൂർവം ഈ ദൈവമക്കൾ കരഞ്ഞ് പ്രാർത്ഥിച്ച് ഈ കേരള സമൂഹത്തിന് മുഴുവൻ മനസ്സിലതുണ്ട്. ഇനിയും അങ്ങനെ ഒരു സീൻ ഈ വിഷ്വൽ മീഡിയയിലൂടെയും സോഷ്യൽ മീഡിയയിലും പ്രിന്റ് മീഡിയയിലൂടെയും കാണിക്കണമോ നിങ്ങൾക്ക്? എന്താണ് നേടുന്നത്? ആരാണ് നേടുന്നത്? ഒരു വശത്ത് യുദ്ധം നടക്കുന്നു, ഇവിടെയും നിയമയുദ്ധമാണ്. മതി, നിർത്തണം. ഇത് വിശ്വാസത്തിൻ്റെ കാര്യമാണ് എന്നുള്ള പുസ്തകം എഴുതി ഞാനല്ല, വാച്ചുവട തോമസ് മാർ അത്താനാസ്യോസ് മെത്രാപ്പോലീത്തയാണ്. അതെല്ലാം അവർ മറന്നു. ഞാൻ ഈ ത്രോണോസിൽ ഏവങ്കേലിയന്റെ മുമ്പിൽ, എൻ്റെ പിതാക്കന്മാരുടെ മുമ്പിൽ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവയോട് ഞാൻ ഏറ്റുപറഞ്ഞൊരു സത്യമുണ്ട്. ആ സത്യം അതിൽ തന്നെ നിലനിൽക്കുവാൻ എന്നുള്ളത് ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ഓത്താണ്. അവിടെ എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടായാലും അതിൽ നിന്ന് മാറുവാൻ എനിക്ക് സാധിക്കുകയില്ല. ഈ ജനമൊന്നും 60 പള്ളികൾ നിങ്ങൾ പിടിച്ചെടുത്തല്ലോ, എത്ര പേർ നിങ്ങൾക്ക് കിട്ടി? അപ്പോൾ അവിടെ എന്താണ് വേണ്ടത്? ഈ സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റണം. അതല്ലേ ചിന്ത? എന്തവകാശമാണുള്ളത്? അവകാശമില്ലാത്തതിൻ്റെ പിറകെ അവകാശം പറഞ്ഞു നടക്കുന്നത് അതൊരു താന്തോന്നിത്തരമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. പരിശുദ്ധ അന്ത്യോക്യ പാത്രിയർക്കീസ് പ്രധാന തലവനായിട്ടുള്ള ആഗമാന സുറിയാനി സഭയുടെ ഭാഗമെന്ന് പറയുമ്പോൾ ആ പാത്രിയർക്കീസിനെയും സിംഹാസനത്തെയും അവഗണിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്ത് കോൺസ്റ്റിറ്റ്യൂഷനാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്? അംഗീകരിക്കുന്ന പാത്രിയർക്കീസ് ഉണ്ടെങ്കിൽ മാത്രമേ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന നിങ്ങൾക്ക് 2017 വിധിയിൽ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞല്ലോ. ആഗമാന സഭയുടെ പരമാധ്യക്ഷൻ പാത്രിയർക്കീസ്, അദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കുന്നതിൽ കാതോലിക്കായി ക്ഷണിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം നിങ്ങളുടെ പാത്രിയർക്കീസ് തന്നെയാണെന്നാണ് പറഞ്ഞത്. യാഥാർത്ഥ്യങ്ങളോട് സമരസപ്പെടുവാനായിട്ട് സാധിക്കണം. വ്യവഹാര മാർഗം ഉപേക്ഷിക്കാം. ഇവിടെ ക്രൈസ്തവ സഭകളുണ്ട്, സാമൂഹ്യ നേതാക്കളുണ്ട്, മത നേതാക്കളുണ്ട്, സാമുദായിക നേതാക്കന്മാരുണ്ട്, ഗവൺമെന്റ് ഉണ്ട്, സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്. തീരണം, അവസാനിക്കണം. സമാധാനമുണ്ടാകണം, സഭയിൽ സമാധാനമുണ്ടാകണം. സഹോദരങ്ങളെപ്പോലെ നമുക്ക് പാർക്കാം, സഹോദരങ്ങളെപ്പോലെ നമുക്ക് ജീവിക്കാം. അതിനെന്താണ് പ്രശ്നം?
അന്യന്റെ കയ്യിലിരിക്കുന്ന ദൈവാലയം കീഴ്പ്പെടുത്തണമെന്നുള്ള ചിന്ത ഒന്ന് ഉപേക്ഷിച്ചാൽ മാത്രം മതി, എല്ലാം ശരിയാകും. പക്ഷെങ്കിൽ നമ്മിൽ ദൈവാത്മാവ് വസിക്കണം. ആരെയും കീഴ്പ്പെടുത്തി ആരുടെയും അപഹരിച്ച് നമുക്കൊന്നും വേണ്ട. ഇന്ന് ഈ 4 പള്ളികൾ ഒഴികെയുള്ള പള്ളികളെല്ലാം കോടതിയുടെ നിരീക്ഷണ പ്രകാരം നിയമവിരുദ്ധമായാണ് അവർ കൈയടക്കിയിരിക്കുന്നത്. അതൊരു വസ്തുതയാണ്. എന്ന് കരുതി ആഘോഷിക്കാനോ പടക്കം പൊട്ടിക്കാനോ ആരും പോകണ്ട. അതിന് തിരിച്ച് നമുക്ക് ലഭിക്കുവാൻ അതിനും ഒരു നിയമ പ്രോസസ്സുണ്ട്. മാത്രവുമല്ല, കേസുകളുടെ തീരുന്നില്ല. വേറെയും കുറേ കേസുകൾ കോടതിയിൽ കിടപ്പുണ്ട്. ഏറ്റവും സീനിയർ ലോയറായിട്ടുള്ള ശ്യാം ദിവാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം. കോടതി വിധി ഒരു ക്ലോക്കിന്റെ പെൻഡുലം പോലെയാണ്. നിശ്ചലമായി കിടക്കുന്ന പെൻഡുലമല്ല ഉദ്ദേശിക്കുന്നത്. എപ്പോഴും മുകളിലേക്കും പുറകിലേക്കും മുകളിലേക്കും താഴേക്കും ഓടിക്കൊണ്ടിരിക്കുന്ന പെൻഡുലം. അതുപോലെയാണ് കോടതി വിധികൾ. ഇന്ന് നമുക്കനുകൂലമായ വിധിയാണെങ്കിൽ നാളെ പ്രതികൂലമായ വിധിയാകാം. എന്തിന് നമ്മൾ അങ്ങനെ പരീക്ഷണത്തിന് പോകണം? നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നമുക്ക് സമാധാനമുണ്ടാകണം. ഈ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളിലേക്ക് കേസ് കൈമാറുവാൻ എനിക്ക് ആഗ്രഹമില്ല. എൻ്റെ സഹോദര സഭയിലെ നേതൃത്വവും അങ്ങനെ പ്രാർത്ഥിക്കണം, അങ്ങനെ ചിന്തിക്കണം. പ്രിയമുള്ളവരെ, കോടതി നിരീക്ഷണം സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ ഇനിയും ഓരോ പള്ളികൾക്കും സിവിൽ കോടതിയിൽ നിന്നും കേസുകൾ ഫയൽ ചെയ്ത് ഒരു 10-25 വർഷം കൊണ്ട് ഒരു പക്ഷേങ്കിൽ ഓരോ പള്ളികളുടെയും വിധി എക്സിക്യൂട്ട് ചെയ്യുവാൻ സാധിക്കുമായിരിക്കാം. വിച്ച് മീൻസ് വി ആർ അടുത്ത തലമുറയ്ക്ക് കൈമാറണം എന്നുള്ളത് തന്നെയാണ് മറുപക്ഷം ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. ഞാൻ ഇത്രയും പറയാൻ കാരണം, ഇനിയും ഒരു ബൈറ്റിന് വേണ്ടി ചാനലുകാരൻ വരേണ്ട ആവശ്യമില്ല. പത്രക്കാരുമൊക്കെ വന്നിട്ടുണ്ട്. ഇതെൻ്റെ മനസ്സാണ്, ഇത് ഈ സഭയുടെ മനസ്സാണ്. പീസ്ഫുൾ കോഎക്സിസ്റ്റൻസ്. ഇവിടെ ആരും ചെറുതായി കാണുന്നില്ല. ആരുടെയും വിശ്വാസ സംഹിതകളെ ചെറുതായി കാണുന്നില്ല. മലങ്കര സഭയുടെ സ്വാതന്ത്ര്യ സത്വബോധം അത് ഉയർത്തിപ്പിടിച്ചോളൂ. അതിന് ഞങ്ങളുടെ പുറകെ വന്ന് ഞങ്ങളുടെ പള്ളികൾ പിടിച്ചെടുത്തുകൊണ്ടായിരിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. സ്വാതന്ത്ര്യ സത്വബോധത്തെ നിങ്ങൾക്ക് മുൻപോട്ട് പോകാം. ഞങ്ങൾക്ക് ആദരവ് മാത്രമേ ഉള്ളൂ, സ്നേഹം മാത്രമേ ഉള്ളൂ. ഇത് സഭയുടെ മനസ്സാണ്. ഈ സഭയുടെ മനസ്സാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. എൻ്റെ സഹോദരൻ മെത്രാപ്പോലീത്തന്മാരുടെ മനസ്സാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. പരിശുദ്ധ പാത്രീർക്കീസ് ബാവയുടെ മനസ്സാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. മാറ്റി ചിന്തിക്കണം, മാറണം. അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. എല്ലാവരോടും സന്തോഷവും നന്ദിയും മാത്രമേ ഉള്ളൂ. ഒരു വർഷം എന്നൊക്കെ ഒരു ഹണിമൂൺ പീരീഡാന്നൊക്കെ എല്ലാവരും പറയും. ഒരു പക്ഷേങ്കിൽ ആ ഹണിമൂൺ പീരീഡ് അവസാനിച്ചു. ഇന്നലെ വിധി വന്നു. ഇനിയും അടുത്ത സെറ്റ് ഓഫ് ലിറ്റിഗേഷൻ ആയിരിക്കും ഇനി എന്നെ തേടി വരുന്നത്, ഈ സഭയെ തേടി വരുന്നത്. എല്ലാവരും കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പള്ളികൾ നഷ്ടപ്പെടുന്ന സാഹചര്യം വരുമ്പോൾ പലരും പതറിപ്പോകും. പക്ഷെ ഇന്ന് വരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. അതാണ് യാക്കോബായക്കാരൻ്റെ ആ അഭിമാനമെന്ന് പറയുന്നത്. സെമിത്തേരിയിൽ ശവമടക്ക് തടഞ്ഞപ്പോൾ അവിടെ പതറിപ്പോയല്ലേ ഈ ജനം. എവിടെ കിട്ടും ഇങ്ങനത്തെ ജനത്തെ? ഈ വിശ്വാസികൾ എവിടെ കിട്ടും? കോടികളുടെ ബഡ്ജറ്റ് ഉണ്ടാക്കിയത് കൊണ്ടോ കോടികളുടെ മന്ദിരങ്ങൾ പണിതുകൊണ്ടൊന്നും കാര്യമായില്ല. ഈ ജനത്തിന്റെ വിശ്വാസം, അവരുടെ സഭാസ്നേഹം, അതിന് എന്ത് വില കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക്? ഈ സമൂഹത്തിന്, ഈ സമൂഹം, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, ഇവിടുത്തെ മതങ്ങൾ, വിവിധ മതങ്ങൾ, ഇവിടുത്തെ മറ്റു സമുദായങ്ങൾ ഈ ജനത്തിന്റെ വിശ്വാസത്തെ എല്ലാം തകർന്ന് തരിപ്പിടമാക്കി അടിച്ചിറക്കിയപ്പോഴും വിശ്വാസത്തിൽ ഉറച്ച നിലപാടെടുത്ത് ചേർന്ന് നിന്നു. കൂടാരമടിച്ച് ആരാധിച്ചു. കണ്ണുനീരുകൊണ്ട് കലങ്ങിയ കണ്ണുകളും വേദനയുമായി വിങ്ങിപ്പൊട്ടുന്ന അമ്മച്ചിമാരും സഹോദരങ്ങളും അച്ഛന്മാരുടെയും ഒക്കെ ദൈന്യതയേറിയ മുഖം നമ്മളൊക്കെ കണ്ടതാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ
ഈ അനുഗ്രഹീത വചനത്തിൻ്റെ ഈ പുണ്യപ്പെട്ട പെരുന്നാളിൽ നമുക്ക് വിനയത്തോടുകൂടി സ്നേഹത്തിൻ്റെ ഭാഷ സംസാരിച്ചുകൊണ്ട് ഈ സമൂഹത്തോട് പ്രഖ്യാപിക്കാം. തീരുമാനങ്ങൾ, അനുരഞ്ജനത്തിൻ്റെ പാത നമുക്ക് തുറക്കാം. സമാധാനത്തിൻ്റെ വഴി നമുക്ക് തുറക്കാം. യുദ്ധങ്ങളിലൂടെയോ അല്ലെങ്കിൽ ആയുധങ്ങളിലൂടെയല്ല. സ്നേഹ സംസ്കാരം കൊണ്ട് കീഴടക്കാൻ പറ്റാത്തത് എന്താണുള്ളത് ഈ ലോകത്തിൽ? ക്രിസ്ത്യാനിക്കത് പറ്റുന്നില്ല, പിന്നെ ആർക്ക് പറ്റും? എന്തിനും നമ്മൾ ഡൊണാൾഡ് ട്രംപിനെയും അല്ലെങ്കിൽ ഇസ്രായേൽ ബെഞ്ചമിൻ നെറ്റന്യാഹുവിനെയും ഇറാനെയും ഒക്കെ കുറ്റം പറയണം? പ്രിയമുള്ളവരെ, യുദ്ധം ഒരു പരിഹാരമല്ല എന്ന് പറഞ്ഞതുപോലെ വ്യവഹാരവും ഒരു പരിഹാരമല്ല. പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് വേണ്ടത്. അതിനു വേണ്ടിയുള്ള ശ്രമം നമുക്ക് തുടരാം. ആരുമായിട്ടും ഏത് ചർച്ചയ്ക്കും തയ്യാറാണ്. ദേവലോകത്തെ ബാവായോട് നേരിട്ട് സംസാരിക്കുക. ഐ എം റെഡി, ഐ എം വില്ലിംഗ് ടു ടോക്ക് ടു ഹിം. അതിനൊന്നും എനിക്ക് ആരോടും പ്രത്യേക അനുവാദം വാങ്ങിക്കേണ്ട ആവശ്യം. പക്ഷേ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സഭയുണ്ട്, സമിതികളുണ്ട്, പരിശുദ്ധ പത്രീർക്കീസ് ബാവായുണ്ട്. ഞാനായിട്ടൊരു തീരുമാനവും എടുക്കുന്നില്ല. അതിനുള്ള അധികാരവും എനിക്കില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാനിവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സഹോദരങ്ങളെ പോലെ നമുക്ക് സഹവസിക്കാം, സ്നേഹത്തോടെ നമുക്ക് ജീവിക്കാം. ഹെയ്റ്റഡൊക്കെ മറന്ന്, കുടുംബക്കാരല്ലേ, അന്യോന്യം അറിയുന്നവരല്ലേ, ഒരു ഇടവകക്കാരല്ലേ, എന്തിനു നമ്മൾ അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നു? എന്തിനു നമ്മൾ സഹോദര ബന്ധം പോലെ തകർത്തെറിഞ്ഞു കളയുന്നു? ഇതിൻ്റെ പേരിൽ ഒരു ക്രിസ്ത്യാനിക്ക് ഒട്ടും ചേർന്നതല്ല ഈ ദൃശ്യകാര്യങ്ങൾ. പ്രിയമുള്ളവരെ, അങ്ങനെയൊക്കെ പറയുന്ന തിരുമേനിമാരൊക്കെ ആ വിഭാഗത്തിലുണ്ട്. പക്ഷെ അവരെയൊന്നും കേൾക്കുവാൻ, അവരൊന്നും പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുവാൻ അവരാരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. 6 പള്ളികൾ, അങ്കമാലി ഭദ്രാസനത്തിലെ 3 പള്ളികളും, മഴുവന്നൂർ, ഓടക്കാലി, പുളിന്താനം, പാലക്കാട് ഭദ്രാസനത്തിലെ, തൃശ്ശൂർ ഭദ്രാസനത്തിൽപ്പെട്ട 3 പള്ളികൾ. ഈ 6 പള്ളികളാണ് കഴിഞ്ഞ കുറേ വർഷമായി അവരനുഭവിച്ച യാതനയും പീഡനവും ഒന്നും ചില്ലറയല്ല. അപ്പൻ്റെയും അമ്മയുടെയും മക്കളുടെയും പേര് 10, 14, 15, 20 കേസുകളുണ്ട് പല കുടുംബങ്ങളിലും. എത്രയോ വർഷങ്ങളായി കേസിന്റെ പിന്നാലെ അവർ പോകുന്നു. പള്ളിക്കാരും വൈദികരും അഡ്വക്കേറ്റ്സും ഒക്കെ. അവരുടെ കഷ്ടപ്പാടും വേദനയും ഒരിക്കലും കാണാതിരിക്കാൻ സാധിക്കുകയില്ല. കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ ദൈവാലയങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അവർ പ്രാർത്ഥനാപൂർവ്വം പ്രതിരോധിക്കുന്നതാണ്. ആരെയും ഉപദ്രവിക്കാനല്ല. നിയമവശത്തുകൂടി അവർക്ക് ഈ ഒരു ആനുകൂല്യം താൽക്കാലികമായിട്ടാണെങ്കിലും ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് ഒത്തിരി ആശ്വാസകരമാണ്. കേസ് ജയിച്ചു എന്നും നമുക്ക് പറയാനായിട്ട് ഒക്കുകയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരിടത്ത് ജയിക്കുമ്പോൾ അടുത്ത കേസിലേക്ക് പോകും. അതാണ് നമ്മുടെ രീതി. അതുകൊണ്ടാണല്ലോ 100-ൽ-പരം വർഷങ്ങളായിട്ടും ഇന്നും കേസുകൾ തുടരുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സഹോദര തിരുമേനിമാരോടും എൻ്റെ കൂടെ ഈ സഭയിൽ അധികാര സ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരോടും സഭാസ്ഥാനികളോടും, സഭയുടെ വർക്കിംഗ് കമ്മിറ്റി, മാനേജിംഗ് കമ്മിറ്റി തുടങ്ങി ഭക്തസംഘടനകൾ തുടങ്ങി എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്നേഹത്തോടെ ഓർക്കും. എല്ലാ ബഹുമാനപ്പെട്ട വൈദികരും, ഗ്രൗണ്ട് റിയാലിറ്റീസ് ഏറ്റവും കൂടുതൽ അറിയുന്നവർ അവരാണ്. അവരുടെ അനുഗ്രഹീത നേതൃത്വം, ഓരോ വിശ്വാസിയുടെയും സ്നേഹത്തോടെയുള്ള, സഭയോടുള്ള സ്നേഹത്തോടെയുള്ള ചേർന്നുള്ള പ്രവർത്തനങ്ങൾ എല്ലാം ഈ യാത്രയിൽ ഇനിയും കൂടുതൽ കരുത്ത് പകരുന്നതായിരിക്കട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് എനിക്ക് ഒരു വലിയ ഗിഫ്റ്റ് പ്രിയപ്പെട്ട നികേഷ് തന്നിരുന്നു. അദ്ദേഹം ഒരു 1-ാം തരം നായർ തറവാട്ടിൽപ്പെടുന്നൊരു മനുഷ്യനാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് ഒത്തിരി എക്സ്പെൻസീവായിട്ട് കാറുകളൊന്നും വേണ്ട, ഞാൻ വളരെ ഹാപ്പിയാണുള്ള കാറുകൊണ്ട്. അപ്പോൾ ഒരു പാലമിട്ടത് വേറെ ആരും പ്രിയപ്പെട്ട മോഹൻ വെട്ടത്താണ്. നികേഷ് ഇൻസിഡൻ്റലി പിന്നീട് മനസ്സിലായി നമ്മുടെ തമ്പുവായിട്ടുമൊക്കെ പരിചയമുണ്ട്. മോഹൻ ഇടപെട്ട് കാറ് തരുന്ന ആദ്യമായിട്ടല്ല. കാലം ചെയ്ത ഭാഗ്യസ്മരണാർഹനായ പൗലോസ് രണ്ടാമൻ ബാവായ്ക്ക് ഒരിക്കലും ഒരു കാറില്ലാതെ കഷ്ടപ്പെട്ടൊരു സമയമുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് കൂടെ ഉണ്ടായിരുന്ന ആൾ വിളിച്ചിട്ട്, ബാവായ്ക്ക് ഒരു കാറില്ല, അതുകൊണ്ട് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവണമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ഈ പറഞ്ഞ സഹോദരനോട് പറഞ്ഞു. അവൻ്റെ അംബാസിഡർ ടാറ്റയുടെ കാറ്, ടാറ്റ എസ്റ്റേറ്റ്, അന്ന് മമ്മൂട്ടിയൊക്കെ ഉപയോഗിക്കുന്ന കാറാണ് ആ കാറ്. ആ കാറ് മുഴുവനായി ബാവായ്ക്ക് വിട്ടതെന്ന് മോഹൻ വെട്ടത്താണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സുള്ള ആളുകളൊക്കെ നമ്മുടെ ഇടയിലുണ്ട്.
എക്സ്പെൻസീവായിട്ടുള്ള കാറുകൾ വാങ്ങിക്കില്ല എന്നുള്ള എൻ്റെ തീരുമാനം മറ്റൊന്നും കൊണ്ടല്ല. എൻ്റെ മുൻഗാമിയായ ബാബ തിരുമേനി കാർ ഉപയോഗിച്ച് അദ്ദേഹത്തെ കണ്ടമാനം അധിക്ഷേപിച്ചു. അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. ഉറങ്ങുന്നതും ഉണ്ണുന്നതും വായിക്കുന്നതും ഉറങ്ങുന്നതുമൊക്കെ കാറിലാണ് അദ്ദേഹത്തിന് വേറെ യാതൊരു ലക്ഷറിയുമില്ല. അതിന് അദ്ദേഹം കേൾക്കേണ്ടി വന്നതായ പഴിച്ചില്ലറയൊന്നുമല്ല. അത്രയും പഴി താങ്ങാനുള്ള ശേഷിയൊന്നും എൻ്റെ ശരീരത്തിനില്ല. അതുകൊണ്ട് ഞാൻ കാറുകളിലൊന്നും കൂടുതൽ മോഹം വയ്ക്കാതെ ഒതുങ്ങി ജീവിക്കാൻ തീരുമാനിച്ചതാണ്. അവിടെയാണ് നികേഷിനെ പോലുള്ള ആളുകൾ ഇങ്ങനെ ഒരു വാഗ്ദാനവുമായി വന്നപ്പോഴേക്ക് നിരസിക്കാൻ പറ്റാതെ വന്നു. സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി അത് സ്വീകരിക്കുകയാണ്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെയും കുടുംബത്തെ ഓർത്ത് ഉത്തര ഒരു അറിയപ്പെടുന്ന ഒരു നർത്തകിയാണ്, വലിയൊരു ആർട്ടിസ്റ്റാണ്. ഉത്തരയുടെ പേരൻസും അതുപോലെ തന്നെ സിനിമാ ലോകത്തുമൊക്കെ പ്രവർത്തിക്കുന്നവരാണ്. പ്രിയപ്പെട്ട കുടുംബമാണ്. ഒത്തിരി ഈശ്വരവിശ്വാസമുള്ളൊരു കുടുംബമാണ്. ആ വിശ്വാസത്തിൽ നിന്നുമാണ് ഇങ്ങനെയുള്ള ചിന്തകളും ആലോചനകളും ഒക്കെ വരുന്നത്. ഒത്തിരി കുടുംബത്തോട് കടപ്പെട്ടിരിക്കുന്നു. അവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. മീഡിയാസ്, പ്രിൻ്റ് മീഡിയയും അതുപോലെ തന്നെ വിഷ്വൽ മീഡിയയും ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാ സന്ദർഭങ്ങളിലും നിങ്ങൾ തന്ന പ്രോത്സാഹനം ചെറുതൊന്നുമല്ല. ഒരിക്കലും മറക്കില്ല, ഒരിക്കലും മറക്കില്ല. നീതിക്ക് വേണ്ടി ശബ്ദമുയർന്ന നമ്മുടെ മീഡിയാസ്, നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്ന, അനീതിക്കെതിരെ പോരാടുന്ന നമ്മുടെ മീഡിയാസ്, അവരാണ് പലപ്പോഴും യാഥാർത്ഥ്യങ്ങൾ സമൂഹ മധ്യത്തിലേക്ക് വിളിച്ചു പറയുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു വർഷം പൂർത്തീകരിക്കുമ്പോൾ ദൈവകൃപയുടെ തണലിൽ സഞ്ചരിക്കുവാൻ എനിക്ക് സാധിച്ചെങ്കിൽ അത് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയാണ്. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥന എനിക്കൊപ്പമുണ്ടാകണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ സന്നിഹിതനായിരിക്കുന്ന നിങ്ങൾക്ക് അധികം അറിയാത്ത ബഹുമാനപ്പെട്ട റവറൻഡ് ലെവി പിൻറ്റോ, ഈസ്റ്റ് ടിമോർ, ഹീസ് ഫ്രം ഈസ്റ്റ് ടിമോർ, ഒരു രാജ്യമാണ്. ഹീസ് എ കമ്മിറ്റി മെമ്പർ ഓഫ് CCA എക്സിക്യൂട്ടീവ് കമ്മിറ്റി. He is a very famous theological education director, and he is nephew of former president of Timor-Leste, East Timor. ഒരു വലിയ മനുഷ്യനാണ്. അവിടെ ഒതുങ്ങി ആ മൂലക്കിലിരിക്കുകയാണ്. അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് വിനയത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാ സ്നേഹനിധികളായ നിങ്ങൾ ഓരോരുത്തർക്കും വന്യ എൻ്റെ പിതാക്കന്മാർ, വന്യ കോർപ്പിസ്കോപ്പ അച്ഛന്മാർ, റമ്പാച്ചന്മാർ, സഭാ ഭാരവാഹികൾ, സഭയുടെ ഔദ്യോഗിക ഭാരവാഹികൾ, സഭയുടെ കമ്മിറ്റി മെമ്പേഴ്സ്, വർക്കിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്, വ്യക്തസംഘടനാ ഭാരവാഹികൾ, എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, വിശ്വാസി സമൂഹം, എല്ലാവരെയും ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ, ഈ ആരാധനയിൽ സംബന്ധിച്ചതിന് ആഘോഷങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നും വേണ്ട എന്ന് നിർദ്ദേശം കൊടുത്തിരുന്നു. നോയമ്പും അതുപോലെ തന്നെ പ്രത്യേകമായി നമ്മുടെ പശ്ചിമപൂർവേഷ്യയിൽ ഉള്ള യുദ്ധത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തതും അത് അറിയിച്ചതും. സഭാസമിതികൾ കൂടി വലിയ ഒരു ആഘോഷ പരിപാടികൾക്ക് ആലോചിച്ചുവെങ്കിലും ഞാൻ പറഞ്ഞാണ് അത് വേണ്ട എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഒരിക്കൽ കൂടി സഭാ ഭാരവാഹികളോടും എല്ലാ സമുദായങ്ങളോടും പ്രത്യേകിച്ച് നമ്മുടെ ഒഫീഷ്യൽ മീഡിയ JC ന്യൂസ് മീഡിയ, അവരുടെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് നമ്മുടെ സന്തോഷം അറിയിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവരോടുകൂടിയും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. വികാരനിർഭരവും പ്രത്യാശപരവും ആവേശോജ്വലവുമായ അനുഗ്രഹ വചസ്സുകൾക്ക് ശ്രേഷ്ഠ ബാവായിക്ക് നന്ദി അറിയിക്കുന്നു. ശ്രേഷ്ഠ ബാവ തിരുമേനിയും അഭിവന്യ പിതാക്കന്മാരും ചേർന്ന തോമസ് പ്രഥമൻ കാതോലിക്ക ബാവായുടെ കബറിങ്കൽ ഇപ്പോൾ ഉപപ്രാർത്ഥന നടത്തുന്നു. കത്തോലിക്ക സഭയുടെ മലങ്കര കത്തോലിക്ക മൂവാറ്റൂർ രൂപതയുടെ മെത്രാപ്പോലിത്തയാണ്. നമ്മളോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന, ഏറ്റവും സ്നേഹിക്കുന്ന പ്രത്യേകിച്ചും ക്രമീസ് ബാവ എത്രമാത്രം കരുതും നിങ്ങൾക്കറിയാം. തിരുമേനി എഴുന്നള്ളി വന്ന് ബലഹീനനായ എന്നെ ആദരിക്കുന്നതിലും സ്നേഹ സമ്മാനങ്ങൾ നൽകുന്നതിലും തിരുമേനിയുടെ ബഹുമാനപ്പെട്ട അച്ഛനോടും ഭദ്രാസനത്തോടും സഭയോടുമുള്ള എല്ലാ സ്നേഹവും ആദരവും ബഹുമാനവും സഭയ്ക്ക് വേണ്ടി സ്നേഹോപഹാരം നൽകിയ മലങ്കര കത്തോലിക്ക സഭ മൂവാറ്റുപുഴ രൂപതയോടുള്ള പ്രത്യേക നന്ദി തരുണത്തിൽ അറിയിക്കുന്നു. ധൂപപ്രാർത്ഥനയ്ക്ക് ശേഷം കൈമുത്തി പാത്രിക സെന്ററിൽ കേക്ക് മുറിക്കുകയും തുടർന്ന് അവിടെ ഉപഹാരങ്ങളും സമ്മാനങ്ങളും ബൊക്കെയും നൽകുവാനുള്ള അവസരം പാത്രിക സെന്ററിൽ പ്രത്യേകമായി ക്രമീകരിച്ചിട്ടുണ്ട്. പരിശുദ്ധ സഭ